ബംഗളൂരിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അരുവിക്കര സ്വദേശി ആദിത്യനാണ് മരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു. ബംഗളൂരിൽ നിന്ന് സജു ചാമക്കാല വിവരങ്ങൾ നൽകും. സജു, പറയൂ, എന്താ സംഭവിച്ചത്? ഈ മരണ കാരണം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? SKN അത്തരം കാര്യത്തെ പറ്റി കൃത്യമായിട്ടുള്ള വിവരം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആദിത്യൻ താമസിച്ചുകൊണ്ടിരുന്ന മുറിയിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. 19 വയസ്സുകാരനാണ്. പ്രത്യേകിച്ച് ഈ ബംഗളൂരു നഗരത്തിലെത്തുന്ന മലയാളി വിദ്യാർത്ഥികൾക്കിടയിലുള്ള ആത്മഹത്യ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ വർഷം മാത്രമായി 25ലധികം വിദ്യാർത്ഥികളാണ് ജീവൻ ഒടുക്കിയത്. എന്താണ് കാരണമെന്നുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണവും നടക്കുന്നില്ല. അതിനിടയിലാണ് വീണ്ടും ഒരു മലയാളി വിദ്യാർത്ഥി, പ്രത്യേകിച്ച് തിരുവനന്തപുരം അരുവിക്കര സ്വദേശി ആദിത്യൻ 19 വയസ്സുകാരൻ മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബംഗളൂരു BTL സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 2ാം വർഷ BSc വിദ്യാർത്ഥിയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഹോസ്റ്റൽ മുറിയിൽ, അതായത് വിദ്യാർത്ഥികൾ തന്റെ സഹപാഠികൾ ഉച്ചയ്ക്ക് റൂമിലേക്ക് വന്ന സമയത്താണ് ആദിത്യനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. ആത്മഹത്യയാണെന്ന് ഇപ്പോൾ പ്രാഥമിക നിഗമനം പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ റൂമിൽ താമസിച്ചിരുന്ന ബാക്കി 4 വിദ്യാർത്ഥികൾ കോളേജിലായിരുന്നു. അവർ കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് ഇത്തരം ഒരു സംഭവം അറിയുകയും അവർ റൂമിൽ വന്ന് നോക്കുകയും ചെയ്യുമ്പോഴായിരുന്നു ഈ ആദിത്യനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം സ്വദേശി അരുവിക്കൽ സ്വദേശി ആദിത്യനാണ് ജീവനൊടുക്കിയത്. എന്തായാലും സങ്കടകരമായ കാര്യമായി സജു ചാമക്കാലയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.